ഏതൊക്കെ രീതിയിൽ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പലസ്തീനിൽ ചോരക്കളം വീണ്ടും വീണ്ടും അവിടെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഹമാസിനെയോ ഹിസ്ബുള്ളയെയോ ഹൂതി വിമതരെയോ പരിപൂർണമായി അവർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ വളരെ നാളുകളായി ആഗ്രഹിക്കുന്നത് ആയത്തുള്ള അലി ഖമനേയിയുടെ ജീവൻ എടുക്കുക എന്നുള്ളതാണ്. ആയത്തുള്ള അലി ഖമനേയി ഇസ്ലാമിക ഇറാനെ ശക്തമായി തന്നെ, ഇസ്ലാമിക റിപ്പബ്ലിക്കായ ഇറാനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. സൈനിക ശക്തിയിലും അവരുടെ ദൈനംദിന ഭരണകാര്യത്തിലും ഖമനേയിയുടെ സ്ഥിര സാന്നിധ്യമുണ്ട്. ഒരു അദൃശ്യ ചാലക ശക്തിയായി തന്നെയാണ് ഖമനേയി ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് വെള്ളവും വളവുമായി ഇക്കണ്ട കാലം അത്രയും നിൽക്കുന്നത്. 86-കാരനായ ഖമനേയിയെ വധിക്കാൻ നിരവധിയായ ഇസ്രയേൽ അമേരിക്കൻ പദ്ധതികൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇറാൻ്റെ രഹസ്യാന്വേഷണ സേന കൃത്യമായി അതിൻ്റെ പ്ലാനും അതിൻ്റെ കൃത്യമായിട്ടുള്ള അവരുടെ നീക്കങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഇറാൻ്റെ പത്രമാധ്യമങ്ങളിലെല്ലാം ഖമനേയിയെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ തവണ മർഡർ അറ്റംപ്റ്റ് നടത്തിയിരുന്നു, ഖമനേയിയെ വധിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞരുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം. ഇറാൻ്റെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്തത് അമേരിക്കയുടെ ബങ്കർ ബോസ്റ്റർ ബോംബുകൾ വെച്ച് ഉപയോഗിച്ചായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളായിട്ടുള്ള ഇസ്ഫഹാനിലും ഫോർദോയിലും ഒക്കെ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയപ്പോൾ അതിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് ഇസ്രയേലിന് നഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതിൽ ഇറാൻ ഏറെക്കുറെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഖത്തറിലെ അമേരിക്കൻ എയർബേസ് ബോംബ് വെച്ച് തകർത്തപ്പോഴാണ് അമേരിക്ക ചാടി ഇടപെട്ടുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത്. ഇപ്പോഴിതാ ഹമാസിൻ്റെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വീണ്ടും വീണ്ടും ഫലസ്തീനിലേക്ക് സാധാരണക്കാരായ നിരപരാധികൾക്കെതിരെ നിറയൊഴിക്കുമ്പോഴും ഇറാൻ്റെ സൈനിക മേധാവിയും ഇറാൻ്റെ പരമോന്നത നേതാവും പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: നിങ്ങൾ എത്രയൊക്കെ രീതിയിൽ പാലസ്തീൻ പിടിച്ചടക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. നിങ്ങൾ ഒരുപാട് നാളായി ചോരക്കളവും വംശഹത്യയും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അറുതി എങ്ങനെയാണ്, ഇതിൻ്റെ തീരുമാനം എങ്ങനെയായിരിക്കുമെന്നറിയാം. ഉക്രൈൻ റഷ്യ യുദ്ധം ഒടുവിൽ ഏകപക്ഷീയമായി റഷ്യ മുന്നോട്ട് കൊണ്ടുപോയി. റഷ്യ യുദ്ധം വിജയിച്ചതുപോലെ തന്നെ ഈ യുദ്ധത്തിലും, അതായത് ഇസ്രയേലുമായിട്ടുള്ള ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ യുദ്ധത്തിലും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ആത്യന്തികമായി വിജയിക്കും. അത് ഇസ്രയേൽ കരുതിയിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഗാസയായിരുന്നാലും വെസ്റ്റ് ബാങ്ക് ആയിരുന്നാലും ഖാൻ യൂനീസ് ആയിരുന്നാലും അവിടെയൊക്കെ വംശഹത്യയുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇസ്രയേലിൻ്റെ ഉരുക്ക് ഡോമുകളൊന്നും സുരക്ഷിതമല്ല എന്ന് ഇറാൻ ഒരൊറ്റ രാത്രി കൊണ്ട് തെളിയിച്ചതാണ്. അത് ആവർത്തിക്കാൻ അധിക സമയം വേണ്ട. കരുതിയിരുന്നോളൂ എന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ആയത്തുള്ള അലി ഖമനേയി.